എത്ര മാർക്കുണ്ടെങ്കിൽ LBS വഴി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കും? നിരന്തരം വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരം ക്വസ്റ്റ്യൻസ്, ഞാനൊരു വെബിനാർ വെച്ചപ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ സംശയം ഇത്രയും ചോദിച്ച് കുട്ടികൾ ടെൻഷനാവുന്നത് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഒരു 3 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊന്ന് വ്യക്തമായിട്ട് നിങ്ങൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ പിന്നീട് നിങ്ങൾക്ക് ആ സംശയം ഉണ്ടാവില്ല. ഞാൻ LBSൻ്റെ ഡാറ്റയിൽ നിന്ന് എടുത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. 13 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളായിട്ട് 1030 സീറ്റുകളെ നമുക്ക് എന്തുള്ളൂ LBS നൽകുന്നുള്ളൂ. ആകെ 1030 ഗവൺമെൻറ് സീറ്റുകളെ ഇവിടെയുള്ളൂ. എനിക്കിനി ഗവൺമെൻറ്റിൽ എൻ്റെ മാർക്ക് നഴ്സിംഗ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാരണം 50% സീറ്റുകളും, അതായത് 1030ൻ്റെ പകുതി ആദ്യത്തെ റാങ്കുകാർക്ക് പോകും. ആദ്യം റാങ്ക് വരുന്നതിൽ വരുന്ന 515 ആളുകളിലേക്ക് അത് പോകും. പിന്നീട് വരുന്നത് റിസർവേഷൻ ക്രൈറ്റീരിയ പ്രകാരം 10% EWSനും ബാക്കി 30% പിന്നെ 2%, 8% എന്ന രീതിയിലുള്ള റിസർവേഷനിലാണ് പോവുക. അപ്പോൾ ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കിട്ടുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വരികയാണെങ്കിൽ ഗവൺമെൻറ് 275 സീറ്റും പ്രൈവറ്റിൽ 1174 സീറ്റുമാണുള്ളത്. അങ്ങനെ 1449 സീറ്റാണുള്ളത്. ആകെ വരുന്നത് 6995 സീറ്റാണ്. ഞാൻ അതിൻ്റെ പ്രോസ്പെക്ട്സ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഒരു ആവറേജ് കാൽക്കുലേഷനാണ്. ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണെന്നൊരു വിശ്വാസം, ഒരു എക്സാക്ട് ഡാറ്റ എടുത്തു ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീറ്റുകളിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക? നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാം. അവിടെ നിങ്ങൾ വീണ്ടും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കാൻ, നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. റാങ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആദ്യം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ആണെങ്കിൽ വീണ്ടും ബയോളജി ആഡ് ചെയ്ത്, വീണ്ടും കെമിസ്ട്രി ആഡ് ചെയ്ത്, വീണ്ടും ഫിസിക്സ് ആഡ് ചെയ്ത്, പിന്നീട് ഇംഗ്ലീഷ് ആഡ് ചെയ്ത്, പിന്നീട് ടോട്ടൽ മാർക്കെല്ലാം ആഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴത്തെ LBSൻ്റെ ഷെഡ്യൂൾ പ്രകാരം എല്ലാ ഡാറ്റ വെരിഫിക്കേഷനും ശേഷം 7-ാം മാസം ജൂലൈ 8-ാം തീയതി അതിൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും 10-ാം തീയതി അതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കരുത് എൻ്റെ മാർക്കിന് കിട്ടുമോ. ഇനി നിങ്ങളുടെ മാർക്കിന് കിട്ടുമോ എന്ന് അറിയണമെങ്കിൽ ഒരു മാർഗ്ഗമുണ്ട്. ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2023 കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസാണ്. അവിടെ പോയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക. അതിന് നേരെ താഴെ പേര്, ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അവരുടെ ഇൻഡെക്സ് സ്കോർ എത്രയാണ്, അവരുടെ റാങ്ക് എത്രയാണ്, എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് ലഭിച്ചിരിക്കുന്നത്, അവരുടെ കാറ്റഗറി ഏതാണ്, അവർക്ക് സ്റ്റേറ്റ് മെറിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്, അവർക്ക് അതേപോലെ തന്നെ SC ST OBC EWS EYAV ഒക്കെ വിഭാഗങ്ങളുണ്ട്. ഏത് വിഭാഗത്തിലാണെന്നുള്ള അവിടെ ചെറിയ EZ എന്ന് കാണിച്ച EYAV ആയിരിക്കും, MU എന്ന് കാണിക്കുകയാണെങ്കിൽ മുസ്ലിം ആയിരിക്കും, SC ക്ക് SC കാണിച്ചിട്ടുണ്ട്, ST ക്ക് ST കാണിച്ചിട്ടുണ്ട്, ബാക്ക്വേർഡ് ഇന്നൊരു BH കാണിച്ചിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച്, നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ചിട്ട് എത്ര മാർക്കുള്ളവർക്കാണ് കിട്ടിയത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ പല വീഡിയോസും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.